തണ്ടർ ബോൾസ് കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ആക്ച്വലി ഇതൊരു നല്ല സിനിമയല്ലേ? മാർവലിൻ്റെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തണ്ടർ ബോൾസ് ഒരു അടിപൊളി സിനിമയാണ്. കാരണം മാർവലിൻ്റെ യൂഷ്വൽ ഈ സീരിയസ് സിറ്റുവേഷനിലെ ഈ കോമഡി അടിയൊന്നുമില്ല. നല്ലൊരു സ്റ്റോറി ഉണ്ട്. ഗ്രീൻ സ്ക്രീൻ അവർ യൂസ് ചെയ്തിട്ടില്ല. നല്ല കിടിലൻ ആക്ഷൻ സീക്വൻസുകളുണ്ട്. അങ്ങനെ മാർവലിൻ്റെ ഒരു നമ്മൾ പഴയ മാർവൽ സിനിമകൾ കാണുന്നൊരു ഫീല് ഈ ഒരു സിനിമയിൽ എവിടെയൊക്കെയോ കിട്ടിയെന്ന് വേണം പറയാൻ. അപ്പം ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം $180 മില്യൺ ആയിരുന്നു. പിന്നെ ഈ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് 250 മില്യൺ ആയി. ഇപ്പം ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് അവർ പുറത്തുവിട്ട സമയത്താണ് വൻ കോമഡി ആയത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർവൽ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ലോവസ്റ്റ് കളക്ഷനാണ് ഇപ്പോൾ തണ്ടർ ബോൾട്സിന് കിട്ടിയുള്ളത്. ആകെ 350 മില്യൺ മാത്രമേ കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ ഈ ഒരു സിനിമയ്ക്ക്. ഏറ്റവും ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാർവൽസിൻ്റെ 250 മില്യൺ. അത് പിന്നെ ഒരു അട്ടക്കൂറ സിനിമയാണ്. പക്ഷേ ഇത്രയും നല്ലൊരു സിനിമ റിലീസായിട്ട് ഈ പറയുന്ന ഇങ്ങനെ ലോവസ്റ്റ് കളക്ഷൻ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫാൻസ് ഒന്നും കാണാൻ പോയില്ല. അത് അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകളൊക്കെ എങ്ങനെയാണ്. അപ്പം ഇതൊരു പ്രതീക്ഷയില്ലാത്ത എനിക്കും സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് വരെ അല്ലെങ്കിൽ ആ ഒരു A24 ട്രെയിലർ വരുന്നവരെ പ്രതീക്ഷയില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു നല്ല സിനിമ ആയിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ പോയി കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. അപ്പം അങ്ങനെ കുറേയധികം ഫാൻസ് കാണാൻ പോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന സിനിമകളൊക്കെ വലിയ ബഡ്ജറ്റിൽ വരുന്ന വലിയ സിനിമകളാണ്. ഇങ്ങനെ കളക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ മാർവൽ പരിപാടി നിർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്.